അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന നല്ലവരായ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഈ അശ്ലഭ മുഹൂർത്തത്തിൽ ചരിത്രത്തിൻ്റെ ചിപ്പിൽ നിന്നും ഒരു ഏട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൽബുള്ളവരെ കരയിക്കുന്ന, കണ്ണീരിൽ ചാലിച്ചെടുത്ത ഒരു കഥന ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേർ അതിർകളത്തിലെ വീര സുൽത്താൻ. അതെ, അതിർകളത്തിലെ വീര സുൽത്താൻ. ബിസ്മിയും ഹംദും ഓതിടാം, ചൊല്ലി സലാത്ത് മുറത്തിടാം, ചരിത കിസ്സ നിരത്തിടാം, കഥകൾ തുടങ്ങിടാം. ബിസ്മിയും ഹംദും ഓതിടാം, ചൊല്ലി സലാത്ത് മുറത്തിടാം, ചരിത കിസ്സ നിരത്തിടാം, കഥകൾ തുടങ്ങിടാം. മൈസൂരിൻ തൻ പൂങ്കനി, ഹൈദരലി തൻ തേൻകലി, അസുലഭ സുമമേ അസ്സലാം. ബിസ്മിയും ഹംദും ഓതിടാം, ചൊല്ലി സലാത്ത് മുറത്തിടാം, ചരിത കിസ്സ നിരത്തിടാം, കഥകൾ തുടങ്ങിടാം. പാരാപരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി പട്ടണമാകെ ശബ്ദപൂരിതമാണ്. ഒരു ഭാഗത്ത് വൈക്കച്ചവടങ്ങൾ പൊട്ടിപ്പൊടിക്കുന്നു, മറുഭാഗത്ത് വിവിധതരം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ വൻ തിരക്ക്. ഇതിനെല്ലാം ഇടയിൽ അങ്ങിങ്ങായി കിടക്കുന്ന പറവകൾ. അങ്ങോട്ട് നോക്കൂ, അവിടെ എന്തോ കാണുന്നുണ്ടല്ലോ. മൈസൂർ കൊട്ടാരമല്ലേ അത്? അവിടെ എന്തോ ഒരു ആഘോഷത്തിന്റെ പ്രതിനിധിയാണല്ലോ. എന്താണത്? ഏറെ പുകളാലെ ഏറ്റം മധുഹാലെ മൈസൂർ എന്നാട്ടിൽ ഉദയം കൊണ്ടേ. ഏറെ പുകളാലെ ഏറ്റം മധുഹാലെ മൈസൂർ എന്നാട്ടിൽ ഉദയം കൊണ്ടേ. പെരിയും മറുസ തമ്മിൽ പുലകം ചാർത്തിയിടും ടിപ്പു സുൽത്താനിൽ വരവും കൊണ്ടേ. വന്നല്ലോ വന്നല്ലോ പുണ്യപൂമാൻ വരവായല്ലോ. വന്നല്ലോ വന്നല്ലോ ടിപ്പു സുൽത്താൻ വരവായല്ലോ. ഏറെ പുകളാലെ ഏറ്റം മധുഹാലെ മൈസൂർ എന്നാട്ടിൽ ഉദയം കൊണ്ടേ. ഏറെ പുകളാലെ ഏറ്റം മധുഹാലെ മൈസൂർ എന്നാട്ടിൽ ഉദയം കൊണ്ടേ. അതെ, ആഘോഷം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഹൈദർ രാജാവിൻ്റെയും പത്നി ഫാത്തിമ ബേഗത്തിനും ഒരു പൊന്നോമന പുത്രൻ പിറന്നിരിക്കുന്നു. ഹൈദർ അലിയാകട്ടെ ആ കുഞ്ഞുമോന് സ്നേഹത്തോടെ ടിപ്പു എന്ന് പേരിട്ടു. ടിപ്പു തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതങ്ങൾ കാണിച്ചു. അത്ഭുതങ്ങൾ എന്നാൽ മഹാ അത്ഭുതങ്ങൾ. മതവിദ്യാഭ്യാസവും യുദ്ധമുറകളും അനായാസം പഠിച്ചെടുത്ത ടിപ്പു കുതിരപ്പന്തത്തിൽ മികവ് കാണിച്ചു. അങ്ങനെ പള്ളിക്കൂടത്തിലെ പഠനം തുടരുന്നതിനിടയിലാണ് ആ വാർത്ത ടിപ്പുവിന്റെ ചെവിയിലെത്തിയത്. എന്താണ് ആ വാർത്ത? കയ്യിൽ കിതാബും പിടിച്ച് ടിപ്പു പള്ളിക്കൂടമരികെ. കയ്യിൽ കിതാബും പിടിച്ച് ടിപ്പു പള്ളിക്കൂടമരികെ. അറിയുന്നു പിത ഹൈദർ അലി യുദ്ധപ്പട നയിച്ചിട്ട് പിടിച്ചെടുക്കുവാൻ കോട്ട കൊത്തളങ്ങൾ. ഉടനടി അടി പിടികൊടു പടവയിൽ അടരടി പട ജയിച്ചു നിന്നുള്ള ദിനം പിരിട്ടിപ്പു ഹൈദർ അലി പുത്ര തങ്കള സുഹൃത തന്തിര സൽഗുണരാം ധീര വിജയമം ജയത. കയ്യിൽ കിതാബും പിടിച്ച് ടിപ്പു പള്ളിക്കൂടമരികെ. കയ്യിൽ കിതാബും പിടിച്ച് ടിപ്പു പള്ളിക്കൂടമരികെ. ഹൈദർ അലിക്കെതിരെ ബ്രിട്ടൻ പടയോട്ടം നടത്തിയിരിക്കുന്നു. ഇത് കേട്ടൊന്നും തുറന്നു വെച്ച പുസ്തകം അടിച്ചു വെച്ചു തൻ്റെ ഉപ്പാന്റെ സന്നിധിയിലേക്ക്. ഉപ്പ, തങ്ങൾ പോർക്കളത്തിലിരിക്കെ ഞാൻ ഈ കൊട്ടാരത്തിൽ ഇരുന്ന് സുഖിക്കണം. ഞാനും ഉണ്ട് ഉപ്പ തങ്ങളുടെ കൂടെ. ഇത് കേട്ടതും ആ പിതാവൊന്ന് ഞെട്ടി. എന്തേ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ പോർക്കളത്തിൽ ഇറങ്ങണം? എന്നാലും ആ കൊച്ചുമകന്റെ വാശിയാൽ ഹൈദർ അലിക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. അങ്ങനെ 7000ഓളം സൈന്യവുമായി 15കാരനായ ടിപ്പു മംഗലാപുരം ലക്ഷ്യമാക്കിക്കൊണ്ട് കുതിച്ചു പാഞ്ഞു. മംഗലാപുരം കോട്ടയുടെ കൊത്തളങ്ങളിൽ നിന്നും ബ്രിട്ടനിന്റെ വേരെടുത്ത് ബോംബെയിലേക്ക് കെട്ടിച്ചു. 1784 മുതൽ മൈസൂരിൽ ഒരു യുദ്ധം പോലും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നല്ലേ? കാനോത്തിൻരാവിനായുദിച്ച പൂവേ, തൂമണ്ടം തൂകുന്ന പുണ്യമലരെ,
കാനോത്തിൻ രാവിനായി ഉദിച്ച പൂവേ തൂമണ്ടം തൂകുന്ന പുണ്യമലരെ പുതുമാരി സുൽത്താന വേഗം വന്നേ മണവാളൻ സുൽത്താനും മുന്നിൽ നിന്നേ കാനോത്തിൻ രാവിനായി ഉദിച്ച പൂവേ തൂമണ്ടം തൂകുന്ന പുണ്യമലരെ പുതുമാരി സുൽത്താന വേഗം വന്നേ മണവാളൻ സുൽത്താനും മുന്നിൽ നിന്നേ താരകങ്ങളായി ആയിരങ്ങളിൽ മംഗളങ്ങളോടിയുന്നു പാവന നാളിൽ താരകങ്ങളായി ആയിരങ്ങളിൽ മംഗളങ്ങളോതിരുന്നു പാവന നാളിൽ കാനോത്തിൻ രാവിനായി ഉദിച്ച പൂവേ തൂമണ്ടം തൂകുന്ന പുണ്യമലരെ പുതുമാരി സുൽത്താന വേഗം വന്നേ മണവാളൻ സുൽത്താനും മുന്നിൽ നിന്നേ. അതെ, ആ വർഷമാണ് നമ്മളുടെ ടിപ്പുവിന്റെ കല്യാണം നടന്നത്. ചുവന്നു തൊടുത്ത മുഖവും വാറ്റിയെടുത്ത ശരീരവും. അന്ന് നമ്മളുടെ ടിപ്പുവിനെ അധരത്തക്കരതായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ടിപ്പുവിന്റെ ജീവിതത്തിലേക്ക് സുൽത്താന ബേഗം പത്നിയായി കടന്നു വന്നു. ആഘോഷം പൊട്ടിപ്പൊടിച്ചു. ഇതിനിടയിലാണ് ഇന്നാലില്ല എല്ലാവരും ദുഃഖത്തിലാർത്തിക്കൊണ്ട് ഹൈദരലി ഈ ലോകത്തോട് വിട പറഞ്ഞത്. പിന്നീട് ടിപ്പു അധികാലത്തിലേത്. പിന്നീട് അങ്ങോട്ട് അനന്തമായ പടയോട്ടമായിരുന്നു. മൈസൂർ സാമ്രാജ്യം പടർന്നു പന്തലിച്ചു. ബ്രിട്ടനിന് മൈസൂർ ഒരു പേടി സ്വപ്നമായി മാറി. ടിപ്പുവിനെ മുട്ടുകുത്തിക്കാൻ ബ്രിട്ടൻ അടവുകൾ 18 പയറ്റി. പക്ഷേ യുദ്ധം അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടൻ ഒറ്റുകാരെ ചാക്കിട്ടി പിടിച്ചു. വലിയ സേന തന്നെ തയ്യാറാക്കി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ യുദ്ധം തന്നെ അരങ്ങേറി. വാളുകൾ തമ്മിൽ ഏറ്റുമുട്ടി. ഇരുത്ത തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ടകൾ നെഞ്ചിൻ കൂട് തകർത്തുകൊണ്ട് മുന്നേറി. എങ്ങും ആർപ്പ് വിളികളും ആർപ്പുനാദങ്ങളും. യുദ്ധമുറകളില്ലാതെ ഒന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. വെടിയൊച്ചകളുടെ പ്രത്യാകർമ്മങ്ങൾ ബ്രിട്ടനിന്റെ ശ്രീനക്ഷത്തെ ചിതറിത്തെറിപ്പിച്ചു. ഒരു നിമിഷം ബ്രിട്ടൻ പിന്മാറാൻ തന്നെ തീരുമാനിച്ചുവെങ്കിലും ഒറ്റുകാരനായ വീർ മൊയിനുദ്ദീൻ ഒരുക്കിയ ചതി ബ്രിട്ടൻ കൊട്ടാരത്തിനകത്ത് കയറി. ഈ സമയത്താണ് ഒരു വൃദ്ധൻ ടിപ്പുവിന്റെ സന്നിധിയിലെത്തിയത്. അയാൾ ടിപ്പുവിന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. പിന്നെ ഒരു സിംഹഗർജനമായിരുന്നു. ഒരു ഗർജനം. ശത്രു താണ്ഡവങ്ങളിൽ കോട്ടയം മുഴുകിയെ വൃദ്ധന പറഞ്ഞതിൽ ടിപ്പു ഒന്ന് നെട്ടിയെ ധീരനടരാടിനാൻ പടയണി നയിച്ചിടെ ശത്രു സൈന്യമേറെയും പകച്ചതിൽ നിന്നിയേ നോടിയുടെ വെടിയുണ്ട പഠിച്ചിടുന്നേ ശത്രു തന്തു മുഖങ്ങളിൽ ചിരി വിടരുന്നേ സൂര്യൻ രണഭൂവിൽ ഷഹീദാകുന്നേ ആലമാകെ ടിപ്പുവിൽ ഞാൻ സലാമോതുന്നേ. ടിപ്പു പൊട്ടിത്തെറിച്ചു. ആരെവിടെ? എവിടെ എന്റെ തോക്ക്? വാളും തോക്കുമായി ടിപ്പു കുതിരപ്പുറത്ത് ചാടിക്കയറി തന്റെ മുമ്പിൽ വന്ന ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് മുന്നേറി. അപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഹേ, ആയുധം തിരികെ വെച്ചാൽ മാപ്പ് തരാൻ ഞങ്ങൾ സന്നിധരാണ്. അപ്പോൾ ടിപ്പു ഒരു സിംഹത്തെ പോലെ, ഇല്ലടാ, ഒരിക്കലുമില്ല. ഭയന്ന് വിറക്കുന്ന 100 പേരേക്കാൾ ഈ ടിപ്പുവിന് ഇഷ്ടം സധൈര്യമുള്ള ഒരാളാവാനാണ്. ഇത് കേട്ടതും ബ്രിട്ടൻ കോട്ടയുടെ കൊത്തലങ്ങളിലേക്ക് തുരുതുരാമ്പ് വിടാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അതിലൊന്ന് ടിപ്പുവിന്റെ നെഞ്ഞിൻ കൂട് തകർത്തുകൊണ്ട് മുന്നേറി. എന്നാലും തന്റെ മുമ്പിൽ വന്ന ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. താമസിയാതെ ഒരു വെടിയുണ്ട ടിപ്പുവിന്റെ ചെവി തകർത്തുകൊണ്ട് മുന്നേറി. അല്ലാഹ് അല്ലാഹ്, ടിപ്പു നിലം പതിച്ചു. ടിപ്പു ഈ ലോകത്തിൽ നിന്നും എന്നേക്കുമായി വിട പറഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു ആ മഹാന്റെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.